ടെലിസ്കോപ്പിക് ആയിട്ടോ തന്നിട്ടില്ല. ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ഔട്ട്ഡേറ്റഡ് ഡിസൈനാണ്. ഇത് ഡിസ്ക് ഒരു സിഗരറ്റ് ലൈറ്റ് പോർട്ട് ഇല്ലാതെ ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഒന്ന് സൺഗ്ലാസ് ഹോൾഡർ ഇല്ല. ഒരു സൈഡിൽ പോത്താളാണ്, ഒരു സൈഡിൽ നോർമൽ റോഡാണ്. വണ്ടി നമ്മളെടുത്ത് മറിക്കുന്ന ഒരു കുലുക്കമാണ് വരുന്നത്. നമസ്കാരം. നമ്മൾ താർ റോക്സ് 10,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വീഡിയോസ് എല്ലാം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് നെഗറ്റീവ്, എൻ്റെ 10,000 കിലോമീറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ള നെഗറ്റീവ് വീഡിയോസാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർ റോക്സിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ ഇഷ്ടംപോലെ കേട്ട് കാണും. അപ്പോൾ ഞാൻ ഇത്തവണ ഈ ഒരു വീഡിയോ ഫുള്ള് നെഗറ്റീവ്സ് മാത്രമാണ്, ഉള്ളി നെഗറ്റീവ്സ് വീഡിയോസ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പറയാനുള്ളത് ടോപ്പ് എൻഡ് മോഡലിന് 2 പ്രോബ്ലം ഉണ്ട്. ഒന്ന് സൺഗ്ലാസ് ഹോൾഡർ ഇല്ല. അതിന് പകരം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു 2 എണ്ണം എൻ്റെ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ടോപ്പ് എൻഡിന് അവർ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഹോൾഡറാണ്. അതായത് ഡോറിൻ്റെ ഇടയിൽ മറ്റേ ആ സൈഡിൽ റൈറ്റ് സൈഡ് നോക്ക്, ബോട്ടിൽ ഹോൾഡറിൻ്റെ സൈസ് നോക്ക്, കാണിച്ചു. അത് കണ്ടോ, ഒരു പേന അല്ലെങ്കിൽ കണ്ണാടി വെക്കാനുള്ള സ്പേസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇതുപോലെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം പക്ഷേ ഇതിരിക്കുമ്പോൾ കുറച്ച് പേരുടെ മുട്ടൊക്കെ വന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷേ ടെമ്പററി ആയിട്ട് ഇതേപോലെ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു പോരാ. അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത് കപ്പ് ഹോൾഡേഴ്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് അതിനൊരു വിടുത്ത് പോരാ. ഇതൊരു 1/2 ലിറ്ററിൻ്റെ ഒരു സാധനമൊക്കെ കയറുള്ളൂ. അത്യാവശ്യം ഒരു വലിയ വണ്ടി, ലക്ഷറി വണ്ടി അല്ലെ XUV 700 ആണെങ്കിൽ നല്ല ഒരു വലിയ ബോട്ടിൽ കയറാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് വാങ്ങിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ആംറെസ്റ്റ് ആണ്. ആംറെസ്റ്റ് ഇപ്പോൾ 2 സൈഡും മൂവ് ആവുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, എന്നാലും ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നമുക്കത് എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ, എനിക്ക് മുന്നേ ഓടിച്ചൊരു വണ്ടി CRV ആയതുകൊണ്ട് അതിൻ്റെ ആംറെസ്റ്റ് ഞാൻ സ്റ്റിയറിംഗ് വെക്കുമ്പം ഫുൾ ടൈം എൻ്റെ കയ്യിൽ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. ഒരു നീളം കുറവാണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഞാൻ കാണുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അടുത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാലിൻ്റെ ആക്സലറേഷൻ പെഡലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി സൂം ചെയ്യാം. ഈ ആക്സലറേഷൻ പെഡലിൻ്റെ ഏരിയയിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് സെപ്പറേറ്റ് സാധനം. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ലിപ്പായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ ഫെവിക്വിക്ക് വെച്ചിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്തൊരു ഈ ഭാഗത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു മേ ബി എൻജിനീയറിങ്ങിൻ്റെ ഇതാണെന്ന് അറിയത്തില്ല. എനിക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് എന്തോ ഒരു കുറവ് പോലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ ആക്സലറേഷൻ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് സാധാരണ ഒരു കാറുകൾക്ക് ഇച്ചിരി ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്കിപ്പം ഇങ്ങനെ ഒരു ബ്രേക്ക് ആക്സലറേഷൻ ഡിസ്റ്റൻസ് അത് കറക്റ്റായിട്ടാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ കാലിന് നല്ല പെയിനുണ്ട് ഈ ആംഗിൾ ഏരിയ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കാര്യം മറ്റ് ഇച്ചിരി ഒരു പ്രീമിയം വണ്ടികൾ ഓടിക്കുമ്പോൾ എനിക്ക് അത്രയും കാല് പെയിൻ വരാറ് ഇല്ല. ആ ഒരു കാര്യമാണ് അടുത്ത പോയിന്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ കളറാണ്. ഈ ഇൻറ്റീരിയറിൻ്റെ കളറിൽ ഒരു തുള്ളി ചെളി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. ഇതൊരു ക്ലോത്ത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു ക്ലോത്ത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് പാടാണ്. ഇതാണ് അടുത്തൊരു നെഗറ്റീവ് വന്നിരിക്കുന്നുള്ളത്. പിന്നെ ഇത് ബ്രൗൺ ഇൻറ്റീരിയറാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ കാര്യമൊക്കെ ഒന്നും പറയേ വേണ്ട. ഇവരാദ്യമേ ഇറക്കിയത് പ്യുവർ വൈറ്റിൽ. എന്താണെന്നറിയത്തില്ല, ഇവർ ടെസ്റ്റൊക്കെ ചെയ്തപ്പം ഇത്രയും ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടും ആ വൈറ്റ് ഇൻറ്റീരിയറിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരുന്നു. അടുത്തത് സ്റ്റിയറിങ്ങിൻ്റെ ആണ്. സ്റ്റിയറിങ് അടുത്ത നമ്മൾ ഈ സ്കോർപിയോനും XUVക്കും വലിയ വ്യത്യാസമില്ല. എന്നാൽ കുറച്ച് മഹീന്ദ്ര ഈ കഞ്ചൂസ് തരം കാണിക്കുമ്പം എന്താ അറിയത്തില്ല, സ്റ്റിയറിങ് അവർക്ക് ടിൽറ്റ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. കണ്ടോ, ജസ്റ്റ് ടിൽറ്റ്. പക്ഷേ ടെലിസ്കോപ്പിക് ആയിട്ടോ തന്നിട്ടില്ല. ചിലപ്പം കൺജസ്റ്റൻ ആയതുകൊണ്ട് ടിൽറ്റിൻ്റെ ആവശ്യമുള്ളൂ എന്നതുകൊണ്ടായിരിക്കും നമുക്ക് ടെലിസ്കോപ്പിക്ക് തരാത്തത്, എനിക്ക് അറിയത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡിൻ്റെ ഒരു സ്പേസിൽ കുറച്ച് സ്റ്റോറേജ് കുറവായതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. മൊബൈലൊക്കെ വെക്കാൻ വേണ്ടി ഈ ഗ്യാപ്പിൻ്റെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വെച്ചിരുന്നെങ്കിൽ ഒരു യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് അവർ ചെയ്യുന്നില്ല. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഉണ്ടല്ലോ,
ഈ ഡിസൈൻ മഹീന്ദ്ര 2018 പഴയ ഓൾഡ് ഡിസൈനാണ്. എന്നിട്ടാണ് 2021 25 കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഓൾഡ് താറിൻ്റെ DNA കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊരു ഔട്ട്ഡേറ്റഡ് ഡിസൈനാണ്. ഇത് ഡിസൈൻ ചെയ്ത ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്ന EV ഒക്കെ അടിപൊളി ഇൻറ്റീരിയർ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതുമ തോന്നില്ല. ഇതിപ്പോൾ സെയിം പഴയ വണ്ടിയിൽ ഒരു 2018 നമ്മൾ വാങ്ങിച്ചൊരു വണ്ടിയുടെ ഫീലാണ് 2025 വാങ്ങുമ്പോൾ കിട്ടുന്നൊരു പ്രശ്നം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അത്രയും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റേഴ്സാണ് ഓടിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറൊരു അവർ പെൻഡലിങ് സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരേ ലൈനിലുള്ള സെയിം ലൈനിലുള്ള ഹമ്പിൽ കയറുമ്പം നമുക്ക് വലിയ കുലുക്കം വന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു സൈഡിൽ പോത്താളാണ്, ഒരു സൈഡിൽ നോർമൽ റോഡാണ്. വണ്ടി നമ്മളെ എടുത്ത് മറിക്കുന്നൊരു കുലുക്കമാണ് വരുന്നത്. എനിക്കൊരു ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തൊരു നെഗറ്റീവാണ്. അതായത് ഇവർക്കൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് എന്നാണ് ഹാഫ് കുക്ക്ഡ് കാർ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൺറൂഫിന് ഒരു കാരിയർ വെക്കാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് കാരിയറോ ആക്സറീസിൽ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. സൺറൂഫ് ഉള്ളതിന് ഇപ്പോഴും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഡിക്കിക്ക് സ്പേസ് അവരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇച്ചോട്ട് സ്പേസ് കിട്ടാൻ വേണ്ടി റൂഫ് റാക്കിലൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തൊരു കാര്യം ഞാൻ ഇത് കണ്ടോ, ഈ സൺറൂഫിൻ്റെ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ക്ലോത്ത് ജസ്റ്റ് ഒരു ക്ലോത്താണ്, വെറും ഒരു ക്ലോത്ത്. ഇതിന് പകരം ഇച്ചിരി കൂടെ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം തന്നിരുന്നെങ്കിൽ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി മറ്റൊരു ചീപ്പായിട്ടുള്ളൊരു ഐറ്റംസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ടൊയോട്ടയുടെയൊക്കെ പാർട്സ്, ടൊയോട്ടയൊക്കെ കുറച്ചുകൂടെ റിലയബിലിറ്റി എന്തെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന സാധനത്തിന് ക്വാളിറ്റി കുറച്ചുകൂടെ കൂടുതലിട്ട് വരും. പക്ഷേ മഹീന്ദ്ര ചെയ്യേണ്ട കാര്യം 1000 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് ഒരു 1200 അല്ലെ 1100 രൂപ കൊടുത്ത് ഇച്ചുകൂടെ ക്വാളിറ്റി കൂട്ടിയിട്ട് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഫീല് വന്നേനെ, ഒരു പ്രീമിയം ഫീൽനെസ് വന്നേനെ. എൻ്റെ ഓർമ്മകളിൽ കുറേ സാധനങ്ങൾ വരുന്നു. അടുത്തൊരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു റേഡിയസ് എനിക്ക് തോന്നുന്നൊരു കുറച്ച് ഭാഗത്ത്, അതായത് മഴ കഴിയുമ്പം ഈ ഒരു കുറച്ച് ഭാഗം മഴ പെയ്യുമ്പോഴത്തേക്കും വൈപ്പറിൻ്റെ റേഡിയസ് പോരാ എന്നൊന്ന് തോന്നൽ വന്നിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം തോന്നാനായിരിക്കും. അടുത്തൊരു മെയിൻ കാര്യം, ഇതിൻ്റെ പോർട്ട് ഒരേ സജഷനായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഡാഷ് ക്യാം വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോർട്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വയറിങ്ങിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു. ഇതൊരു സജഷനാണ്. ഇതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്ട്രാ വയറിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒരു സിഗരറ്റ് ലൈറ്റ് പോർട്ട് ഇല്ലാതായിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ. മഹീന്ദ്ര എന്തുകൊണ്ടാണ് പുറകിൽ കൊണ്ടുവന്ന് സിഗരറ്റ് ലൈറ്റ് പോർട്ട് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് പല കണക്ടിവിറ്റി ചെയ്യാനും പുറകിലത്തെ കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം സിഗരറ്റ് ലൈറ്റ് പോർട്ട് മഹീന്ദ്രയ്ക്ക് ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2018 ഡിസൈനിലാണ്, അവർ അപ്ഡേറ്റ് ചെയ്തിട്ടല്ല താർ റോക്സ് ഇറക്കിയിരിക്കുന്നത്. അവരിപ്പോഴും ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ്, ഇപ്പം രണ്ടാമത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് ഈ ആൻഡ്രസ്റ്റ് പോലും ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ വണ്ടികൾ ലോകത്തുള്ളപ്പോൾ അവർക്ക് അതിൻ്റെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഇറക്കുവാകുമ്പോൾ പല കാര്യങ്ങളും അവർ മിസ്സായി പോയോ എന്നൊരു സംശയം. പിന്നെ അതുമാത്രമല്ല, ഒന്നിങ്ങി വന്നേ, ഇപ്പം ഞാൻ വണ്ടിയുടെ കീ ഞാൻ എവിടെ വെക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ഈ വണ്ടിക്ക് ഒരു കീ ഇവിടെ പോർട്ടുണ്ട്, പക്ഷെ എന്നാൽ ഒരു കീ ഹോൾഡർ പോലെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ കുറച്ച് സൗകര്യമായിരുന്നേ. ഇനി ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ കൈ ഒരാൾ വെച്ചിരിക്കുമെന്ന് വെച്ചോ, ഇവിടെ ഈ കൈ ഒരാൾ ഇവിടെ വെച്ചിരിക്കുന്നു, സെക്കൻഡ് പാസഞ്ചർ. ഞാൻ അവരുടെ കൈ മാറ്റിയിട്ട് വേണം എനിക്ക് ഇവിടെ തപ്പിയിട്ട് പാർക്കിങ്ങും ഓട്ടോ ഹോൾഡിലും ഞെക്കാൻ. എന്തുകൊണ്ടാണ് അവർ ഇനി വന്ന് ക്ലോസപ്പ് എടുത്തേ, എന്തുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ബോട്ടിൽ ഹോൾഡർ ഇപ്പുറത്തും ഈ പറഞ്ഞ പാർക്കിങ്ങും മറ്റേ ഓട്ടോ ഹോൾഡും ഇപ്പുറത്തും വെച്ചിരുന്നെങ്കിൽ ഇവരെ ഏത് എഞ്ചിനീയറാണ് ഏതവനാണ് ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് മറ്റേ നമ്മുടെ ഹാൻഡ്സ് ഫ്രീയോ ആ ഒരു കുറച്ചുകൂടെ എല്ലാം റീച്ചബിൾ ആവണ്ടേ ഡ്രൈവർക്ക്. ഇതിപ്പോൾ ഇടത്തെ വശത്തിരിക്കുന്നതിനെ കൊണ്ട് ജയിപ്പിക്കേണ്ട അവസ്ഥ വരും. ഇവിടെ 2 ബോട്ടിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു കയറ്റത്ത് വന്നിട്ട് ഓട്ടോ ഹോൾഡൊക്കെ താഴോട്ട് നോക്കിയിട്ട് തപ്പാൻ പറ്റൂല. അപ്പം ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, നമുക്ക് ഈസി ആയിരുന്നു. ഈ ഇപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. ആ മോൾഡ്
ഈ ചെയ്തിരിക്കുന്ന താറിൻ്റെ പഴയ ഡിസൈനിലാണ് ഈ പ്രശ്നം. ഈ കോപ്പി അടിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ ഡിസൈനിൽ നിന്ന് ഒരു വ്യത്യാസം വെച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ യൂസ്ഫുൾ ആയേനെ. ഈ എമർജൻസി പാർക്കിംഗ് ഹാൻഡ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഇപ്പുറത്ത് വരണമെന്നായിരുന്നു എൻ്റെ സജഷൻ. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്തൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറങ്ങി പോയാൽ നമുക്ക് കാണിച്ചു പോസിബിൾ. ഇത് കണ്ട, ഇത് വെച്ചിട്ട് ഞാൻ കുറേ സർക്കസ് കളിക്കേണ്ടി വന്നിട്ടുണ്ട് പെട്രോൾ പമ്പിൽ. ഈ സാധനം ഞാനൊരു 3-4 തവണ നിൽക്കുമ്പോഴാണ് ഈ ലിഡ് ഓപ്പൺ ആണ്. ഇതിപ്പോഴും അതിന് കുറച്ച് സൊല്യൂഷൻ വേണം. കാര്യം ഞാൻ പെട്രോൾ പമ്പിൽ എത്തിയിട്ട് അവർ വിചാരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ്. അവർ നമ്മളെ നോക്കി കുറേ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കും. ഇപ്പം നമ്മളിവിടെ ഞെക്കിയാൽ ഒരു 4 തവണ ഞെക്കുമ്പോൾ ചില സമയത്ത് വർക്കും, ചില സമയത്ത് വർക്കാവില്ല. അതൊരു ഇംപെർഫെക്ഷനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു സജഷൻ. ഏതെങ്കിലും ആക്സസറീസുകാർക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ ബാക്കിലോട്ട് ആക്കാവുന്നൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് മഴയത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വ്യൂ കിട്ടാൻ. ഇത് നെഗറ്റീവ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മഴ പെയ്യുമ്പോൾ ഈ സൈഡിൽ കൂടെ എല്ലാം വെള്ളം അകത്തോട്ട് കയറാനുള്ള കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിനകത്ത് ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട്. ഇനി വന്ന് കാണിച്ചു കഴിഞ്ഞാൽ പറയാം. ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് താർ റോക്സ് ആണ് അണ്ടർതൈ സപ്പോർട്ടുള്ള ഒരു താർ റോക്സ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വൈബ്രേഷൻ ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്. ഇത് ഞാൻ വെന്റിലേറ്റർ സീറ്റിന് ചെയ്തതാണ്. പക്ഷേ ആ താർ റോക്സിൻ്റെ ഒരു അടുത്ത നെഗറ്റീവ് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഭയങ്കര അണ്ടർതൈ സപ്പോർട്ടിൻ്റെ പെയിൻ ഉണ്ട്. അണ്ടർതൈ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ ഫീൽ അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷന് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. പിന്നെ സ്റ്റോറേജിന് പല സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് അണ്ടർതൈ സപ്പോർട്ട് സീറ്റ് പഴയ താറിൻ്റെ അതേ മോഡലിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ടെക്നോളജി. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും വലിയ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ഡിസൈനാണ്. ഇതിൻ്റെ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തവർ 2018 എല്ലാം താർ റോക്സ് പ്ലാൻ ചെയ്തു. അന്ന് താർ 60 താർ 5 എന്നൊക്കെ കൊടുത്തിരുന്നെങ്കിലും എനിക്കന്ന് ഇന്ത്യർ ഒരു അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇത് സെയിം പഴയ 2020 നമ്മൾ 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ഡിസൈൻ ലോഞ്ച് ചെയ്ത വണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 3 years മുന്നേ എങ്കിലും ഇവർ അതിൻ്റെ ഡിസൈനിങ്ങും എല്ലാം തുടങ്ങി കാണുമല്ലോ. അങ്ങനെയാണ് 2018 അപ്രോക്സിമേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞത്. ഔട്ട്ഡേറ്റഡ് ഡിസൈൻ ആയിപ്പോയി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഗിയർ മാറുമ്പോൾ ചില സമയത്ത് ഒരു ക്രാങ്കിങ് സൗണ്ട് ഉണ്ട്. അതെന്താണെന്നറിയത്തില്ല. മഹീന്ദ്രയുടെ കോമൺ ആയിരിക്കുമോ, അല്ലെങ്കിൽ XUV700 ഓടിച്ചിട്ടുണ്ട്, അതിന് ചില സമയത്ത് പറ്റിയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടുള്ളത്, ഞാൻ കുറച്ച് നേരം വണ്ടി ഓണാക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഗിയർ മാറ്റുക എന്നുള്ളതാണ് പിന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോറ് അടയ്ക്കുമ്പോൾ ചില സമയത്ത് നല്ല ഫോഴ്സിൽ അടച്ചാലേ അടയുള്ളൂ, അല്ലെങ്കിൽ അടയൂല. അവർ പറഞ്ഞത് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ വണ്ടിക്ക് ഒരു കുറച്ച് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫിക്സ് ചെയ്ത് ഇതിനകത്ത് വന്നത് എനിക്കൊന്നേ ഈ ടെക്നോളജിയിൽ അടുത്തൊരു പരാതി എന്ന് പറഞ്ഞത് ഇവരുടെ ഈ ക്യാമറയാണ്. ഈ ക്യാമറ ചില സമയത്ത് ഇത് കണ്ടോണം, ഫ്രണ്ട് ക്യാമറ ഫുള്ള് ഗ്രീൻ ആയിരിക്കും, വർക്കാവില്ല. ഞാനിത് അടച്ചു നോക്കാം. ഇത് ഇടയ്ക്ക് ഗ്രീനായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് തന്നെ ഈ ക്യാമറയുടെ ക്വാളിറ്റി. ഇതിപ്പോഴും 2018 പഴയ വണ്ടിയുടെ എന്താ പറയുക, പഴയ കാറുകളുടെ പഴയ മഹീന്ദ്രയുടെ മഹീന്ദ്ര ചെയ്തൊരു വേറെ കാര്യം, ഞാൻ അവിടെ ഇവിടെയും യൂസ് ചെയ്ത അവരുടെ ബ്രാൻഡായ പല 3XOയും സ്കോർപിയോൻ്റെ ഒക്കെ ഓരോ പാർട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കൊരു ഇതിനു വേണ്ടി തന്നെ കുറേ സാധനങ്ങൾ എടുത്തിട്ടില്ല എന്ന് തോന്നി. ഈ ക്യാമറയൊക്കെ തന്നെ ആ 2018 2020 ഇറങ്ങുന്ന XUV 3X700 ഒക്കെ സെയിം ക്യാമറയാണ്. ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ക്ലാരിറ്റി ഒക്കെ പഴയ രീതി തന്നെ. അതായത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചിട്ട് 3 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് സ്ലോ ആയി പോകുന്ന അവസ്ഥയാണ്. ഇതിനകത്ത് കുറേ ഗ്ലിച്ച് വരുന്നുണ്ട്. കുറേ സമയത്ത് ടെക്നോളജി ഗ്ലിച്ച് വരുന്ന കാരണം എനിക്ക് കുറച്ച് ഫീൽ വന്നിട്ടുണ്ട്, കുറേ സ്ലോനെസ് വന്നിട്ടുണ്ട്, കുറേ ഹാങ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കുറേ കഴിയുമ്പോൾ ചിലപ്പം അടിവശമൊക്കെ കാണിക്കുന്ന പോലെ വരുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ സ്ലോ, അതായത് ചില സമയത്ത് സ്ക്രീൻ ടച്ച് വരുമ്പോൾ ടച്ച് വർക്കാവില്ല.
ഹാങ് ആവുന്നുണ്ട്. പിന്നെ ചില ടെക്നോളജി വെച്ചിട്ട്, അതായത് അവരുടെ പ്രൊസസ്സർ ഭയങ്കര സ്ലോ ആണ്, അത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ AC ഓഫായി കഴിയുമ്പോൾ എനിക്ക് ചൂട് കാറ്റാണ് വരുന്നത്. AC ഒന്ന് ജസ്റ്റ് നോർമൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റാണ് വരുന്നത്. എന്താ ഇഷ്യൂ എന്ന് അറിയത്തില്ല, ഇനി കൊണ്ട് കാണിക്കണം. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മഹീന്ദ്രയുടെ ആരൊക്കെ കസ്റ്റമർ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം മെട്രോ സിറ്റിയിൽ നിന്ന് നിങ്ങൾ കാറ് വാങ്ങിച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പല സ്കാമേഴ്സാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഫോൺ കോണ്ടാക്ട്സ് ഇവരിൽ ആരോ എംപ്ലോയി ആണോ എങ്ങനെയാണ് ഡീറ്റെയിൽ ലീക്ക് ആക്കുന്ന തരത്തില്ല, നമ്മളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ലീക്കാക്കി ഇവർ കുറേ നാൾ നമ്മളെ അത് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു സ്കാമർ വിളിക്കും, ഫാസ്ടാഗ് കൊണ്ട് തരുന്നു, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്കാമേഴ്സിന് നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ് ആരൊക്കെയോ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ സെക്യൂറായിട്ട് ഇവർ ചെയ്യണം എന്നാണ് ഒരു അഭിപ്രായം. പിന്നെ ഇതിനകത്ത് അടുത്ത വീഡിയോസ് വരാൻ പോകുന്ന എൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 ഇറങ്ങിയിട്ടുണ്ട്. അത് നോക്കുക. കുറേ ഫീച്ചേഴ്സ്, ഇതുപോലത്തെ ആക്സറീസ്, ഒരു 3 ലക്ഷം രൂപയുടെ കുഞ്ഞു കുഞ്ഞു ആക്സറീസ്, ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ചെയ്തിട്ട്, ഇതിപ്പോൾ എനിക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണിത്. സീറ്റ് കട്ട് ചെയ്യുന്നൊരു സാധനം, പിന്നെ എൻ്റെ ഫോൺ നമ്പർ അത് മാറ്റാം, അതിങ്ങനെ ബ്ലാക്ക് ആക്കാം, ഇത് ഗ്ലാസ് പൊട്ടിക്കുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സറീസ് ഞാൻ വാങ്ങിച്ചതിൻ്റെ വീഡിയോസ് പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. അപ്പം പിന്നെ ഇതുപോലത്തെ മിറർ, ഇതൊക്കെ ഒരു ജസ്റ്റ് ക്ലിംസ് ആണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നിങ്ങളിത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്ത നെഗറ്റീവ്സ്. ബാക്കി നമുക്ക് നോക്കാം, മഹീന്ദ്ര ഇതിൽ എന്തെങ്കിലും എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുമോ എന്നൊരു കാര്യം കൂടെ നോക്കാം. പിന്നെ എൻ്റെ ഓർമ്മയിൽ ബാക്കി നെഗറ്റീവ്സ് ഒന്നും വരുന്നില്ല. ഇത്രയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. തൽക്കാലത്തേക്ക് ബൈ.